നമസ്കാരം. പിണറായി പറഞ്ഞ പരനാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടിയിരിക്കുമ്പോൾ കൊല്ലത്ത് തലകുമ്പിട്ട് തകർന്നടിയുകയായിരുന്നു CPM. സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ സംസ്ഥാനത്തെ സമ്മതിദായകർ ഒന്നടങ്കം ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു കൊല്ലം. ആ പരനാറി പിണറായി ഇറക്കിയ സിനിമാ താരം മുകേഷിന് മുൻപിൽ പ്രേമചന്ദ്രൻ പരാജയപ്പെട്ടോ എന്ന് അറിയാനായിരുന്നു ഏവർക്കും ആകാംക്ഷ. പിണറായിയെ പോലും ഞെട്ടിച്ച തിരഞ്ഞെടുപ്പ് ഫലമാണ് കൊല്ലത്ത് ഉണ്ടാവുന്നത്. NK പ്രേമചന്ദ്രൻ ഹാട്രിക് ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കൊല്ലത്ത്. 2019 നേടിയ 1,48,846 എന്ന ഭൂരിപക്ഷത്തിന്റെ സ്ഥാനത്ത് 2024 1,50,302 വോട്ടുകൾ നേടി ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രേമചന്ദ്രൻ ചെയ്തിരിക്കുന്നത്. 2014 തിരഞ്ഞെടുപ്പിലാണ് പ്രേമചന്ദ്രനെതിരായി അന്നത്തെ CPM സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പരനാറി പ്രയോഗം നടത്തുന്നത്. പിന്നീട് പ്രേമചന്ദ്രനെ BJP പാളയവുമായി ചേർത്തുള്ള സംഘിപ്രയോഗം വരെ CPM നടത്തുകയുണ്ടായി. 2014 പ്രേമചന്ദ്രന്റെ വിജയത്തിന് പ്രധാനമായും ആധാരമായത് പിണറായി വിജയൻ നടത്തിയ പരനാറി പ്രയോഗമായിരുന്നു. 2019 ഇതേ പ്രയോഗം പിണറായി ആവർത്തിച്ചത് അത്തവണയും പ്രേമചന്ദ്രനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകുന്നുവെന്ന ശക്തമായ പ്രചാരണമാണ് CPM തുടർന്ന് അഴിച്ചുവിടുന്നത്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ട് വന്നതാണ് CPM തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയ മുഖ്യ ആയുധം. ഈ തെരഞ്ഞെടുപ്പിലും പ്രേമചന്ദ്രനെ സംഘിയാക്കി CPM പ്രചാരണം ശക്തമാക്കുകയായിരുന്നു. പ്രേമചന്ദ്രന് ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനാണ് CPM സത്യത്തിൽ ശ്രമിച്ചത്. പ്രധാനമന്ത്രിയോടൊപ്പം പ്രേമചന്ദ്രൻ പാർലമെന്റ് ക്യാന്റീനിൽ ഉച്ചഭക്ഷണം കഴിച്ചതാണ് സംഘി പ്രചാരണം ശക്തമാക്കാൻ CPM ആയുധമാക്കുന്നത്. എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ NK പ്രേമചന്ദ്രന്റെ ഹാട്രിക് വിജയമാണ് തുടർന്ന് കേരളം കണ്ടത്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ശ്രദ്ധേയമായി മാറിയ കൊല്ലം UDF പ്രതീക്ഷിച്ച വിജയമാണെങ്കിലും ഇത്രയും വലിയ ഭൂരിപക്ഷം ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. CPMന്റെ പാർട്ടി കോട്ടകൾ ഒരിക്കൽ കൂടി തകർന്നു വീഴുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് ഇക്കുറി കൊല്ലവും സാക്ഷ്യം പറയുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ പ്രഖ്യാപിച്ചത് മുതൽ പ്രചാരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിജയപ്രതീക്ഷ പുലർത്തിയ പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് CPMനോടുള്ള മധുര പ്രതികാരം കൂടിയാണ്. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എഴുതി തള്ളാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് പ്രേമചന്ദ്രന്റെ വിജയമെന്നും എടുത്തു പറയാം. തുടർച്ചയായി 3ാം തവണയും മുഖ്യ എതിരാളികളായ CPM സ്ഥാനാർത്ഥികളെ അട്ടിമറിച്ച് നേടിയ മിന്നും വിജയം സംസ്ഥാനത്തെ മറ്റേത് സ്ഥാനാർത്ഥിയും നേടിയതിനേക്കാൾ തിളക്കമുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ ആവനാഴിയിലെ അസ്ത്രം മുഴുവൻ എടുത്തു പ്രയോഗിച്ച പിണറായിയും CPMും ഇക്കുറിയും അടിപതറി വീണു. രാഷ്ട്രീയമായും അതിനപ്പുറം വ്യക്തിപരമായും നേടിയ വോട്ടുകളാണ് പ്രേമചന്ദ്രനെ ഇക്കുറിയും തുണച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിലും നിന്നും പ്രേമന് വോട്ട് ലഭിച്ചെന്നാണ് ശ്രദ്ധേയം. ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് CPMകാരാണെന്നതും എടുത്തു പറയണം. 2014 2019 പോളിംഗ് ശതമാനത്തെക്കാൾ വോട്ടിന് കുറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളെയും ഒരുപോലെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. 2014 72.10% എന്നതും 2019 74.66% അപേക്ഷിച്ച് ഇക്കുറി 68.09% കുപ്പുകുത്തുകയായിരുന്നു വോട്ടിംഗ്. 13,26,648 വോട്ടർമാരിൽ 9,04,047 പേർ മാത്രമാണ് ഇക്കുറി വോട്ട് രേഖപ്പെടുത്തിയത്. 2019 12,96,720 വോട്ടർമാരിൽ 9,68,123 പേർ ആണ് വോട്ട് ചെയ്തത്. 2019 തിരഞ്ഞെടുപ്പിനേക്കാൾ 64,076 വോട്ടർമാർ ഇക്കുറി വിട്ടുനിന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. കുറഞ്ഞ പോളിംഗ് ശതമാന കണക്കിന്റെ പ്രതിഫലനം വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കുമെന്ന് പലരും കരുതി. പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷത്തെ അത് ഒന്നും ബാധിച്ചില്ല. 2014 ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിലും 2019 റെക്കോർഡ് ഭൂരിപക്ഷത്തിലും വിജയിച്ച പ്രേമചന്ദ്രൻ 3ാം തവണയും ജയം ആവർത്തിക്കുമെന്നതിൽ കൊല്ലത്തുകാർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി തങ്ങളിൽ നിന്ന് വഴുതിപ്പോയ കൊല്ലം സീറ്റ്
ഇക്കുറി സിനിമാ താരവും കൊല്ലം MLA-യുമായ M മുകേഷിലൂടെ തിരിച്ചെടുക്കാമെന്ന CPM പ്രതീക്ഷയും അസ്ഥാനത്താവുകയായിരുന്നു. പ്രേമചന്ദ്രനെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നത് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ കാലങ്ങളായുള്ള ലക്ഷ്യമാണ് തകർന്നിടിയുന്നത്. കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ CPM-ന് അവസാന നിമിഷം വരെ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ഒടുവിൽ പറ്റിയ എതിരാളിയാകാൻ മുകേഷിന് കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു കൊല്ലം MLA കൂടിയായ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ CPM വ്യാപകമായ പ്രചാരണവും നൽകി നോക്കി. കൊല്ലത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നുവരെ നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇരു മുന്നണികളിൽ നിന്നും വിജയിച്ചു വരുന്നത്. 1989 ഇതിൽ നിന്ന് വ്യത്യസ്തമായി RSSലെ ബാബു ദിവാകരൻ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ മുകേഷിലൂടെ കൊല്ലത്ത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ തങ്ങൾ മത്സരിപ്പിക്കുന്നുവെന്ന് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി ഇക്കാര്യം പ്രചാരണത്തിന് CPM ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുകേഷ് പ്രേമചന്ദ്രനെ പറ്റിയ എതിരാളിയല്ലെന്ന വികാരം ഇടതു മുന്നണിയിലെ ഒരു വിഭാഗത്തിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ തരംഗമൊന്നും അലയടിച്ചിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരായ നിശബ്ദ തരംഗം അലയടിച്ചുവെന്നത് സത്യമാണ്. അതാണ് തന്റെ വിജയം സുനിശ്ചിതമാക്കി യാതൊരു NK പ്രേമചന്ദ്രൻ പറഞ്ഞതും അതിനാലാണ്. തുടർച്ചയായി 3 തവണ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച NK പ്രേമചന്ദ്രൻ 1996-ലാണ് ആദ്യമായി കൊല്ലത്ത് പുതുമുഖ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത്. RSP അന്ന് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും കൊല്ലത്ത് RSPക്ക് ശക്തമായ അടിത്തറയുണ്ടായിരുന്ന കാലമായിരുന്നു അത്. കോൺഗ്രസിലെ S കൃഷ്ണകുമാർ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ 4ാം മൂഴത്തിൽ തളയ്ക്കാൻ LDF നിയോഗിച്ചത് യുവാവായിരുന്ന പ്രേമചന്ദ്രൻ എന്നതാണ് ശ്രദ്ധേയം. കൊല്ലം സ്വദേശിയും ബിസ്ക്കറ്റ് രാജാവെന്നും അറിയപ്പെട്ട വ്യവസായി രാജൻ പിള്ള തീഹാർ ജയിലിൽ മരണമടഞ്ഞ സാഹചര്യത്തിൽ രാജൻ പിള്ളയുടെ വിധവ ദിനം രാജൻ പിള്ള കൊല്ലത്ത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. പ്രേമചന്ദ്രൻ 78,370 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കന്നി ജയം കുറിക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ സർക്കാരുകൾക്ക് സ്ഥിരത ഇല്ലാതിരുന്നതിനാൽ 1998 വീണ്ടും തിരഞ്ഞെടുപ്പ് ഉണ്ടായി. കേന്ദ്രത്തിൽ 3 പ്രധാനമന്ത്രിമാരാണ് 2 വർഷത്തിനിടെ ഉണ്ടായത്. 13 ദിവസം മാത്രം പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിക്ക് ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ രാജിവെക്കേണ്ടി വരികയായിരുന്നു. 13 മാസം തുടർന്ന് HD ദേവഗൌഡയും 6 മാസക്കാലം IK ഗുജ്റാളും പ്രധാനമന്ത്രിമാരായി ഇരുന്നു. 1998 വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും വെറും 13 മാസം നീണ്ടുനിന്ന NDA ഭരണം AIADAക്ക് പിന്തുണ പിൻവലിച്ചതോടെ നിലംപൊത്തുകയായിരുന്നു. 1998 തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ കോൺഗ്രസിലെ KC രാജനെ 78,370 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. 1999 നടന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ രാഷ്ട്രീയം ആകെ മാറി മറിയുകയാണ് ഉണ്ടായത്. RSSPയിൽ നിന്ന് കൊല്ലം സീറ്റ് പിടിച്ചെടുത്ത CPM P രാജേന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. 1999-ലും 2004-ലും P രാജേന്ദ്രനായിരുന്നു ജയം. 2014 ആയതോടെ RSP കൊല്ലം സീറ്റ് തിരികെ ചോദിച്ചു. RSPയുടെ ആവശ്യം തള്ളിയ CPM കൊല്ലത്ത് ഏകപക്ഷികളായി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പോളിംഗ് ബ്യൂറോ അംഗം MA ബേബിയെ സ്ഥാനാർത്ഥിയാക്കി. അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്കൊടുവിൽ CPM-നെയും NDF-നെയും ഞെട്ടിച്ച് RSP ഇടതുമുന്നണി വിടാൻ തീരുമാനിക്കുകയായിരുന്നു. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായി പ്രേമചന്ദ്രനെ പ്രഖ്യാപിച്ചതോടെ CPM-ന് ഇരട്ട പ്രഹാരമായി ഫലം വന്നപ്പോൾ ഉണ്ടാവുന്നത്. MA ബേബിയെ 37,649 വോട്ടിന് പ്രേമചന്ദ്രൻ മുട്ടുകുത്തിക്കുകയായിരുന്നു. 2019 KM ബാലഗോപാലിനെ 1,48,846 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ മൂന്നാമതും അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയം ആവർത്തിച്ചിരിക്കുകയാണ് പ്രേമചന്ദ്രൻ എന്ന കൊല്ലത്തിന്റെ താരം.